അങ്ങനെ സ്കോട്ട്ലൻഡിലെ കറക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ലെസ്റ്റർ വന്ന് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മൾ നേരെ വന്നേക്കുന്നത് ഓക്സ്ഫോർഡാണ്. അപ്പോൾ ഓക്സ്ഫോർഡ് നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പാട്ടോ ഓക്സ്ഫോർഡിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്തൊക്കെ കവർ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ലെസ്റ്റർ പോകാനുള്ള ഒരു പ്ലാനിലാണ് വന്നേക്കുന്നത്. രാവിലെ തന്നെ നമ്മൾ ലെസ്റ്ററിൽ നിന്ന് ബസ് എടുത്തിട്ട് വന്നേക്കാട്ടോ ഓക്സ്ഫോർഡ്. അങ്ങനെ എത്തി. ഓക്സ്ഫോർഡ് അങ്ങനെ വലിയ പ്ലാനും കാര്യങ്ങളൊന്നുമില്ല. യൂണിവേഴ്സിറ്റി കാണാം, പിന്നെ അതുപോലെ തന്നെ മ്യൂസിയം ഉണ്ട്, അത് കാണാം. പിന്നെ നമുക്ക് എന്താ പറയുക, നല്ലൊരു റെസ്റ്റോറൻറ്റ് കയറി ഫുഡ് കഴിക്കുക. ഇതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. നമ്മളിത് ആ ബസ് ഇറങ്ങി കുറച്ച് നടന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ആണ്. അത് കാണാനും നല്ല രസമായിട്ടാണ്. നമ്മളതങ്ങനെ കണ്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പം ഇവിടെ ഓരോ ഗ്രൂപ്പിനും ഓരോ ഗൈഡൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ അറിയണം, ഈ ഒരു പ്ലേസിനെ പറ്റി കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് അറിയണമെങ്കിൽ നമ്മൾ ആ ഗൈഡൊക്കെ പറയണത് കേൾക്കും. ആ ഗ്രൂപ്പിൽ പോയിട്ട് ഇംഗ്ലീഷ് പറയുന്ന ഗൈഡാണെങ്കിൽ അവർ പറയുന്നത് കേട്ട് കുറച്ച് നേരം ഞങ്ങൾ നിൽക്കും. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞപ്പം ആസ് യൂഷ്വൽ നമുക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഒരു നല്ല റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുമ്പോഴാണ് ഇവിടെ ഒരു ഫുഡ് ഫെസ്റ്റ് നടക്കുമായിരുന്നു. ഞങ്ങൾ അന്ന് ഓക്സ്ഫോർഡ് ചെന്ന ദിവസം. ആദ്യം ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ടാണ് നടന്നത്. കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോറിലോട്ട് ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങലായിരുന്നു ഞങ്ങളുടെ ജോലി. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ, നല്ല തിരക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ എവിടെയാണോ കുറേ ആൾക്കാരുണ്ടായിരുന്നത് അവിടുത്തെ ഫുഡാട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മളൊരു തായ് സ്റ്റോളിൽ കയറിയിട്ട് ന്യൂഡിൽസും ചിക്കനൊക്കെ വാങ്ങിച്ചു. അനിയത്തിയും ചേച്ചിയും ആണെങ്കിൽ എന്താ പറയുക, മമ്മിക്കും അനിയത്തിക്കും കൊറിയൻ ഫുഡ് വ്ളോഗൊക്കെ കണ്ടിട്ട് അവർക്ക് കൊറിയൻ ഫുഡ് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അവരത് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ പപ്പയും ഞാനും കൂടി പപ്പയുടെ മെയിനായിട്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന് ഒരു പേർഷ്യൻ ഫുഡ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് അവിടെ കയറിയിട്ട് ഈ ഒരു കടയിൽ നിന്ന് പപ്പ നേരത്തെ കണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് വാങ്ങിച്ചു. ചിക്കനും പിക്കിളും സാലഡും സോസൊക്കെ വെച്ചിട്ട് ഞങ്ങളിതാ വിശന്നോണ്ട് എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് വിശക്കുക. അപ്പോൾ ഞങ്ങൾ അത് ടേസ്റ്റ് ചെയ്ത് തുടങ്ങി. എനിക്ക് ആ ഒരു തായ് ന്യൂഡിൽസില്ലേ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, ടിബറ്റൻ മൊമോസ് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ചേച്ചി അത് വാങ്ങിച്ചു. പക്ഷേ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പപ്പ വാങ്ങിച്ച ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പപ്പയ്ക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. എനിക്കും മമ്മിക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ആ തായ് ന്യൂഡിൽസാണ്. അപ്പളേക്കും ചേച്ചിയും അനിയത്തിയും കൊറിയൻ ഫുഡ് സ്ട്രീറ്റ് ഫുഡും കൊണ്ടുവന്നു. അപ്പം അതിൽ റൈസ് കേക്ക് ഉണ്ട്, ഗിംപാപ്പ് ഉണ്ട്, പിന്നെ എന്താ പറയുക കൊറിയൻ ഹോട്ട് ഡോഗ് ഉണ്ട്. അതുപോലെ തന്നെ അത് കുറച്ചും കൂടി ചീസി ആയിട്ടുള്ള കൊറിയൻ ഹോട്ട് ഡോഗ് കേട്ടോ. പിന്നെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്. ഇതെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തു. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടമായത് എന്താ പറയുക, ഹോട്ട് ഡോഗാണ്. കൊറിയൻ ഹോട്ട് ഡോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫ്രൈഡ് ഹോട്ട് ഡോഗാണെന്ന് തോന്നുന്നത്. അതെ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒരാൾ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. റൈസ് കേക്കും കുഴപ്പമില്ല, ഫ്രൈഡ് ചിക്കനും കുഴപ്പമില്ല, എനിക്ക് അത്രയേ പറയാനുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞതായി നമ്മൾ അവിടെ കുറച്ച് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് കുറച്ച് റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കണ്ടായിരുന്നു. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ക്രോഷേ ചെയ്ത് വെച്ചേക്കുന്ന കുറേ ഐറ്റംസ് കണ്ടു. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു കമ്പലുകളൊക്കെ ഇല്ലേ, അത് ശരിക്കും ഒറിജിനൽ ഫ്രൂട്ട്സ് കൊണ്ടും ഫ്ലവേഴ്സ് കൊണ്ടും ഉണ്ടാക്കിയേക്കുന്നതാണ് അവർ. പിന്നെ എന്ത് രസമല്ലേ ഇതൊക്കെ ചെയ്ത് വെച്ചേക്കണതാണ്. നല്ല രസമാണ്. അവരിങ്ങനെ ക്രോഷേ ചെയ്ത് ക്ലിപ്സും ഡോളൊക്കെ ഉണ്ടാക്കി വെച്ചാണ് കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു ഇവിടെ നിന്ന്. അതിന് ശേഷം നമ്മൾ കുറച്ച് ലേറ്റായിട്ടോ മ്യൂസിയത്തിൽ പോകണം, അല്ലെങ്കിൽ മ്യൂസിയം ഒരു 5 or 6 ആകുമ്പോഴേക്കും അടയ്ക്കും. അങ്ങനെ നമ്മൾ നേരെ മ്യൂസിയത്തിലോട്ട് പോയി. തരക്കേടില്ലേ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കുറച്ച് നേരം കണ്ടിട്ട് ചേച്ചീനെ ഞങ്ങൾ നടക്കുമ്പോൾ ചേച്ചീനെ ഒരാൾ ഡാൻസ് കളിക്കാനായിട്ട് വെച്ചുകൊണ്ട് കേട്ടോ. അത് നല്ല രസമാണ്.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഒന്നും കൂടി ഒന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരു സ്മൂത്തിയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പോവാണ് ബസ്സൊക്കെ പിടിച്ച് ലെസ്റ്ററിലോട്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ